മുനമ്പം ജനത ഇന്ന് 28 ദിവസങ്ങൾ കഴിയുകയാണ്. എന്താണ് പിതാവേ, എന്തുകൊണ്ടാണ് അവർക്ക് ഇതുവരെയും നീതി ലഭിക്കാത്തത്? പ്രിയപ്പെട്ട മന്ത്രി, വർഗീയതയുടെ നിറം ചാർത്തിയാൽ ഞങ്ങളുടെ വായടയ്ക്കാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇവിടെ അവകാശമുന്നയിച്ച് ഭൂമി പിടിച്ചെടുക്കാൻ വരുന്ന വഖഫ് ബോർഡ് തന്നെയാണ് ഇതേ സംബന്ധിച്ച് അന്തിമ വിധി പറയേണ്ടത് എന്ന് പറയുന്നത് പ്രതി തന്നെ ന്യായാധിപനാകുന്ന അരാജകത്വം നാട്ടിൽ സൃഷ്ടിക്കുന്നതാണ്. അത്തരത്തിലുള്ള നിയമങ്ങൾ തിരുത്തി എഴുതപ്പെടേണ്ടത് തന്നെയാണ്. ലോഹയിട്ട പുരോഹിതന്മാർ മുനമ്പത്ത് വർഗീയവാദം പറയുന്നുവെന്ന് കേരള സംസ്ഥാനത്തിന്റെ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി അബ്ദുൾ റഹ്മാൻ പറഞ്ഞപ്പോൾ മുനമ്പം ജനത ഇന്ന് 28 ദിവസങ്ങൾ കഴിയുകയാണ്. അവരുടെ സമരപ്പന്തലിൽ വീടിന് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി. ആരാണ് ഇതിന് ഉത്തരവാദികൾ? ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചർച്ച ചെയ്യുവാൻ എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവെ, കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെതിരെ പാർലമെൻറ്റിലും നിയമസഭയിലും ഒരുമിച്ച് അവർ അതിനെ എതിർത്തു. അപ്പോൾ കത്തോലിക്ക സഭ അവരോടൊപ്പം, മുനമ്പം ജനതയോടൊപ്പമുണ്ട്. എന്താണ് പിതാവെ, എന്തുകൊണ്ടാണ് അവർക്ക് ഇതുവരെയും നീതി ലഭിക്കാത്തത്? മുനമ്പത്തെ ജനത അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത വിധം സങ്കടമാണ് എന്ന കാര്യം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇനിയും അത് മനസ്സിലാക്കാത്ത ചില രാഷ്ട്രീയ നേതൃത്വങ്ങളും രാഷ്ട്രീയ നിക്ഷിപ്ത താല്പര്യക്കാരുമുണ്ട് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. കേരളത്തിൻ്റെ മതസൗഹാർദ്ദ മേഖലയിൽ പോലും കരിനിഴൽ വീഴ്ത്തുന്ന രീതിയിലേക്ക് പ്രസ്താവനകളിലൂടെ മന്ത്രിസഭയിലെ അംഗം തന്നെ രംഗത്തേക്ക് വരുന്നത് അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് വഖഫ് സംവിധാനങ്ങളുടെ മാത്രം ക്ഷേമം അന്വേഷിച്ചാൽ പോരാ, മറ്റ് ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് സ്നേഹബുദ്ധിയാ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മന്ത്രി, ഞങ്ങൾ പറയുന്നത് വർഗീയതയോ അതല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ നിലപാടുകളോ അല്ല. സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം എണ്ണിക്കൊടുത്ത് രാജ്യത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥിതി അനുസരിച്ച് ആധാരം ചെയ്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ കുടിയിറങ്ങിപ്പോകണം എന്ന് പറയുമ്പോൾ അത് അന്യായമാണ് എന്നും ഭരണഘടന ജീവിക്കാൻ നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ബോധപൂർവമായ ലംഘനമാണ് എന്നും പറയുവാൻ കത്തോലിക്ക സഭയെ മറ്റാരും പഠിപ്പിക്കേണ്ടതില്ല. അത് ഞങ്ങളുടെ നീതിബോധത്തിൻ്റെ വിഷയമാണ്. അത് മുനമ്പത്തെ ജനത ക്രൈസ്തവരാണ് ഭൂരിപക്ഷം എന്നതുകൊണ്ട് മാത്രമല്ല, ഇത്തരം കുടിയിറക്കുകൾക്കെതിരായി ഐതിഹാസികമായ സമരം നടത്തി വിജയിച്ച ചരിത്രം കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കുണ്ട്. അന്യായത്തിനെതിരെ അനീതിപരമായ സർക്കാർ ഇടപെടലുകളാകട്ടെ, മറ്റേതെങ്കിലും സർക്കാർ സംരക്ഷിത പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളാകട്ടെ, അതിനെതിരെ പോരാടിയ പാരമ്പര്യമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത്. വർഗീയതയുടെ നിറം ചാർത്തിയാൽ ഞങ്ങളുടെ വായടയ്ക്കാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. പിതാവെ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മോട് ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില നിലപാടുകൾ വഖഫ് വിഷയത്തിൽ മുനമ്പംകാർക്ക് ഇതൊരു ചർച്ചയ്ക്ക് വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ളതൊരു ചർച്ചയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ മാത്രമല്ല, രണ്ട് തലത്തിൽ നിൽക്കുന്ന ചില കളികൾ നമുക്ക് രാഷ്ട്രീയത്തിൽ കാണാം. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വഖഫ് എന്ന് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ചർച്ചകളിലൂടെ ബോധ്യപ്പെടുത്തുക. ചർച്ചകളിലൂടെ അല്ലാതെ മുനമ്പത്തെ ജനതയെ കുടിയിറക്കണമോ വേണ്ടയോ എന്നുള്ളതല്ല ചർച്ചാ വിഷയം. മറിച്ച് ഈ ചർച്ചകളിൽ വഖഫ് ബോർഡ് ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാദമാണ്. വഖഫായി കൊടുത്തിരുന്ന ഭൂമിയാണ് എങ്കിൽ അത് വിറ്റത് ഫാറൂഖ് കോളേജാണ്.
നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് നഷ്ടപ്പെട്ട ഭൂമിക്ക് തുല്യമായ പരിഹാരം ഈടാക്കേണ്ടത് ഫാറൂഖ് കോളേജിൽ നിന്നാണ്, അല്ലാതെ ന്യായമായി ഭൂമി പണം കൊടുത്ത് വാങ്ങിയ ജനതയിൽ നിന്നല്ല. ഇത്തരം വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ടതും പരിഹാരത്തിലെത്തേണ്ടതും. അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ലീഗ് നേതാക്കളും രംഗത്ത് വരുന്നത് എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാവെ, സുപ്രീം കോടതിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു കോടതിയാണ് വഖഫിൻ്റെ ജുഡീഷ്യൽ ട്രിബ്യൂണൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നിയമത്തെ, ഇതൊരു കാട്ടു നിയമം തന്നെയല്ലേ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? വഖഫ് ബോർഡിൻ്റെ ചില അവകാശങ്ങൾ, വഖഫ് ആക്റ്റിലുള്ള ചില അവകാശങ്ങൾ ഭരണഘടനാപരമായ അവകാശങ്ങളെ ലംഘിക്കുന്നു എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. മതനിയമങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. അത് ഏത് മതത്തിൻ്റെ ആണെങ്കിലും, ക്രിസ്തു മതത്തിൻ്റെ ആണെങ്കിലും, ഹിന്ദു മതത്തിൻ്റെ ആണെങ്കിലും, ഇസ്ലാം മതത്തിൻ്റെ ആണെങ്കിലും, ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരന് പരമപ്രധാനം ആ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങളെ കയ്യാളാൻ ഒരു മതത്തിൻ്റെയും പ്രത്യേക നിയമത്തെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം. അതുകൊണ്ട് ഇത് ഏതെങ്കിലും മതത്തിനെതിരായ നിലപാടല്ല, അതൊരു രാജ്യത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിനാവശ്യമായ ബോധപൂർവമായ നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അവകാശമുന്നയിച്ച് ഭൂമി പിടിച്ചെടുക്കാൻ വരുന്ന വഖഫ് ബോർഡ് തന്നെയാണ് ഇതേ സംബന്ധിച്ച് അന്തിമ വിധി പറയേണ്ടത് എന്ന് പറയുന്നത് പ്രതി തന്നെ ന്യായാധിപനാകുന്ന അരാജകത്വം നാട്ടിൽ സൃഷ്ടിക്കുന്നതാണ്. അത്തരത്തിലുള്ള നിയമങ്ങൾ തിരുത്തി എഴുതപ്പെടേണ്ടത് തന്നെയാണ്. അത്തരം തിരുത്തലുകൾ വരുത്തുന്നത് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യ വളർച്ചയുടെ ലക്ഷണമാണ്. അതൊരു പരാജയമായിട്ടൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. മറിച്ച് അത്തരം തിരുത്തലുകളിലൂടെ മാത്രമേ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനവും മത സൗഹാർദ്ദവും ഭംഗമില്ലാതെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇന്ന് നമ്മോടൊപ്പമായിരുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ആംബ്ലാനി പിതാവാണ്. പിതാവ് വ്യക്തമായി വഖഫ് എന്ന കാട്ടു നിയമത്തിനെതിരെ പ്രതികരിച്ചു. മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി തലശ്ശേരി അതിരൂപത ഒപ്പമുണ്ടാകുമെന്നും പറഞ്ഞു. നമുക്ക് പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയാം. ദൈവം പിതാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.